നമസ്കാരം ഗൈസ്, ആർജിയാണ്. കുറെ നാളെ ശേഷം നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ആവാണ്. നല്ല അടിപൊളി കാറ്റും ചെറിയ ഇളമ്പിലൊക്കെ ക്ലൈമറ്റാണ്. രാവിലെ 8 മണിയായി. നമ്മൾ ലേറ്റാണ്. സാധാരണ ഇവിടെ സ്വർഗത്തിൽ 6 മണിക്ക് എണീക്കാറുണ്ട്. 8 മണിയായിട്ട് എണീറ്റിട്ടില്ല. നമ്മളിന്ന് ഒരു ദിവസം സ്റ്റേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ചു പോകും. കാരണം നമ്മൾ ഇന്നുകൂടി സ്റ്റേ അടിക്കാൻ പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എന്റെ മമ്മിയുടെ മാമ മരിച്ചിട്ട് മമ്മി അതിനു വേണ്ടി പോകണം, മരണത്തിന് വേണ്ടി പോകണം പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അടിയന്തരമാണ് നാളെ. അപ്പൊ അതിന് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോൾ ഞാൻ പോകും, ചിലപ്പോൾ ഉറപ്പില്ല. ഇന്നിപ്പോ തിരിച്ച് എറണാകുളത്ത് എത്തിക്കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല, ക്ഷീണമൊന്നുമില്ല, തടയുന്നില്ലെങ്കിൽ നാളെ ഞാൻ പോകില്ല. നമ്മൾ നാളെ അങ്ങോട്ട് പോകില്ല. എന്തായാലും ഇന്ന് വീട്ടിലേക്ക് പോകണം. ഇന്നലെ എല്ലാം മുറിയെ പണിയെടുത്ത ക്ഷീണത്തിൽ തേങ്ങ നന്നായിട്ട് ഉറക്കത്തിലാണ്. തേങ്ങ എനിക്ക് തേങ്ങ സമയമായി. അപ്പോൾ കഴിച്ചു ബാക്കി ഉണ്ടായിരുന്ന മാവ് നമുക്ക് 2 ദിവസം രാവിലെ ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ ഉണ്ടാക്കാണ്. ഇതുണ്ടാക്കി അത് മുറി തേങ്ങയിട്ടുണ്ടാവും. ചമ്മന്തി വെച്ച് നമുക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാം. ഇല്ല നിശ്ചയം രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്യാം. ദോശ നിശു ചമ്മന്തി കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണേ. നിശു ഭക്ഷണം കഴിക്കാനുള്ള അവൾക്ക് കഴിക്കാത്ത വെച്ചാൽ കുറെ നാട് ഉപയോഗിക്കുന്ന പാത്രമാണ്. അതുകൊണ്ട് കഴിച്ചാൽ അവൾക്ക് എന്തിനും പറ്റുന്ന പേടി. അതുകൊണ്ട് നിശു കഴിക്കുന്നില്ല. ഞാൻ മാത്രം കഴിക്കുന്നുള്ളൂ. ചിരിക്കുന്ന അതാണ് ഞാൻ കഴിക്കാത്ത റീസൺ. എന്താണ് തേങ്ങയ്ക്ക് വേണ്ട തീർത്തും പറഞ്ഞു. ഞാൻ കുറെ നിർബന്ധിച്ചു. കുറെ നിർബന്ധിച്ചു. പക്ഷെ കഴിക്കില്ലെന്ന് പറഞ്ഞു. അവൾക്ക് പേടിയെന്ന് പറഞ്ഞു. ഞാൻ അവസാനം നിശു ഭക്ഷണം കഴിക്കാണ്. അന്ന് കഴിക്കണമല്ലോ കാണാമല്ലോ. ഞാൻ കഴിച്ചിട്ട് എനിക്കും പറ്റില്ല. ഞങ്ങൾക്ക് മാത്രം പറ്റുന്ന പേടി എന്താണ്? അത്ര അറപ്പും പേടിയും പാടില്ല. ഭക്ഷണമാണ്.